കുടയും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങാണ്. ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ഇവിടെ നിന്നൊന്നും പറഞ്ഞിറങ്ങാൻ പറ്റില്ല. കാരണം നമ്മളെ കൂടാതെ മറ്റ് പല ആൾക്കാരായിട്ട് ഉള്ളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കീപ്സ് എപ്പോഴും ഒരു മാനേഴ്സ് നമ്മൾ പാലിക്കണം ഹോസ്റ്റലിൽ. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. ഹോസ്റ്റലിനെ പറ്റി ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാം. പക്ഷേ നമ്മൾ എന്താ പറയുക, കുറച്ച് മാനേഴ്സൊക്കെ നമ്മൾ പാലിക്കാറുണ്ട് ഹോസ്റ്റലിൽ. അതായത് ഷൂ ഇട്ട് അകത്ത് കയറാൻ പാടില്ല, ഷൂ ഒക്കെ നമ്മൾ പുറത്ത് തന്നെ വയ്ക്കണം. പിന്നെ അതേപോലെ ചെരുപ്പ് വേറെ തരും നമുക്ക് ഉപയോഗിക്കാൻ. പിന്നെ അതേപോലെ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇടാം, അത് നീറ്റായിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടു കൊടുക്കണം. അതേപോലെ അധികം സംസാരിക്കാൻ പാടില്ല. പിന്നെ എ സി ഉണ്ടെങ്കിൽ തന്നെ എ സി അവരെപ്പോഴും വിട്ട് വയ്ക്കത്തില്ല. അവർ ഒരു ഈവനിങ് ആകുമ്പോൾ, അതായത് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും അത് ഓണാകുള്ളൂ. 5 മണി 6 മണിയാകുമ്പോഴേ ഓണാകുള്ളൂ. മോർണിംഗിൽ തന്നെ അത് ഓഫാവുകയും ചെയ്യും. അങ്ങനെ കുറേ മാനേഴ്സ് നമ്മൾ പാലിക്കാനുണ്ട് ഈ ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ നമ്മൾ താമസിക്കുമ്പോൾ. ചിലവ് കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കുന്ന പാട്ടൊന്നും വയ്ക്കാൻ പാടില്ല, ഇയർഫോണൊക്കെ വെച്ച് നമ്മൾ കേൾക്കണം. അതുപോലെ ലൈറ്റ് 9 മണി 9:30 10 മണി കഴിഞ്ഞ് കഴിഞ്ഞ് ഉപയോഗിക്കരുത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് കഴിഞ്ഞു. എന്താ പറയുക, ഞാൻ എൻ്റെ ടവലും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റിന് വേണ്ടി നമ്മുടെ പാസ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് നമ്മൾ വാങ്ങിച്ച് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ വിയറ്റ്നാമിൽ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ വിയറ്റ്നാമിൽ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നിൽക്കാന്നുള്ള രീതിയിൽ വരാം. കാരണം വിയറ്റ്നാമിൻ്റെ നല്ല നല്ല ഭാഗങ്ങൾ കിടക്കുന്നത് ടോപ്പിലാണ്. വിയറ്റ്നാം വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നമുക്ക് 2-3 സ്റ്റോപ്പ് ഓവറായിട്ട് പോയി ഇവിടെ ഹനോയ് വരെ പോകണം. ഹനോയ് വരെ പോകണമെങ്കിൽ ട്രെയിനിന് പോകണമെങ്കിൽ 35 മണിക്കൂറാണ്. അതായത് 2 ദിവസം എടുത്തും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും വരണം എനിക്ക്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സൗത്ത് പാർട്ടേ കണ്ടിട്ടുള്ളൂ വിയറ്റ്നാമിൻ്റെ. എനിക്ക് നോർത്ത് പാർട്ട് എന്തായാലും കാണണം. അപ്പോൾ വരുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു പ്ലാനിങ്ങിൽ വരാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഓൾറെഡി 6 ദിവസമായി. കംബോഡിയയും ഇതും കൂടി ആകുമ്പോൾ 6 ദിവസമാവും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ക്ലോസ് ചെയ്യുന്ന ട്രിപ്പ്. കുഴപ്പമില്ല. ഇപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കൂച്ചി എന്ന് പറഞ്ഞിട്ടൊരു ടണലാണ്. വിയറ്റ്നാമിൻ്റെ വാർസ് നടക്കുന്ന, അതായത് വിയറ്റ്നാം അമേരിക്കയെ തോൽപ്പിച്ച വാറ് ഉണ്ട്. അതായത് ഇവർ തമ്മിൽ, സൗത്തും നോർത്തും തമ്മിൽ കുറച്ചൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമേരിക്ക വന്ന് കടന്നുകൂടി. അങ്ങനെ ലാസ്റ്റ് അവർ രണ്ടുപേരും ചേർന്ന് അമേരിക്കയെ തുരത്തിയിട്ടുള്ളൊരു കഥയാണ്. അമേരിക്ക വിയറ്റ്നാമിൻ്റെ മുമ്പിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. വലിയൊരു വേറെ എവിടെയും തോറ്റണമെന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് ലോകം അറിയപ്പെടുന്ന അമേരിക്കയുടെ തോൽവി എന്ന് പറയുന്നത് ഈ ഒരു വിയറ്റ്നാം വാറിലാണ്. അപ്പോൾ വിയറ്റ്നാം വാർ അവരെങ്ങനെ നടത്തി, എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ അവർ കൈമാറി എന്നുള്ളതെല്ലാം നമുക്കിന്ന് കാണാം. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് നമുക്ക് വരാം. ഓരോ ഹോസ്റ്റലിലും ഓരോ നിയമങ്ങളാണ്. പക്ഷേ ഈ ഹോസ്റ്റലിൽ എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നില്ല, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്നല്ല, ഒരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് നമ്മൾ വലിയൊരു 3 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ആ ഒരു രീതിയിലും കിട്ടില്ല. ഒരു കോഫി, ഒരു ഓംലെറ്റ്, ഒരു ബ്രെഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അവരുടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് നമ്മളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം. ഫ്ലിപ്പ് സൈഡ് എന്നാണ് ഈ ഹോസ്റ്റലിൻ്റെ പേര്. വിയറ്റ്നാമിൽ തന്നെ അവർക്ക് 5-8 ബ്രാഞ്ച് ഉണ്ട് എന്നാണ് പറഞ്ഞത്, പല സ്ഥലങ്ങളിലായിട്ട്, ഹനോയിലും ഇവിടെയൊക്കെ ആയിട്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ഹോസ്റ്റലാണ്. പക്ഷേ ഹോസ്റ്റലുകാർ അവരുടേതായ നിബന്ധനകളും കാര്യങ്ങളും കറക്റ്റ് പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും ഹോസ്റ്റലിനെ കുറ്റം പറയരുത്. അത് നിയമങ്ങളാണ്. അത് ഏത് ഹോസ്റ്റലിൽ പോയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ നിൽക്കണം, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഹോസ്റ്റലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം എന്തായാലും. ഇത് മാത്രമല്ല, ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. പിന്നെ ഇവരൊരു ലിങ്ക്ഡ് നെറ്റ്വർക്ക് ആയതുകൊണ്ട്, അതായത് കുറേ മൾട്ടി ഹോസ്റ്റൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേര് പറയാൻ കാരണം. നല്ലൊരു ഹോസ്റ്റലായിരുന്നു എൻ്റെ ഒരു താമസത്തിന്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബുൾസായും ഓംലെറ്റാണ് പറഞ്ഞത്, കിട്ടിയത് ബുൾസായാണ്, പ്ലസ് ബ്രെഡും. ഇവർ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് പാടാം. ഇന്നലൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടൂറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ആ കമ്പനി നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരുപാട് ടൂർ കമ്പനികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ പരസ്യം വെച്ചിട്ട് മങ്കി ഐലൻഡ്, കുക്കിംഗ് ക്ലാസ്, കാവ്ഡായ് ടെമ്പിൾ, കൂച്ചി ടണൽ, വാട്ട് പപ്പറ്റ് ഷോ, ഡിന്നർ ഓൺ ക്രൂസ്, ഹോച്ചിമിൻ സിറ്റി ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് കാണാം. നിങ്ങൾക്ക് ഏജൻസികളെ കാണാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈ കോച്ചി ടണൽ ടൂറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കോച്ചി ടണൽ ടൂർ എടുക്കാൻ കാരണം, അതായത് ഒരുപാട് ടൂറുകളുണ്ട്. ഇപ്പോൾ 2 ദിവസമൊക്കെ ആണെന്ന് വെച്ചാൽ 2-3 ടൂറൊക്കെ എടുക്കാം. രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, അങ്ങനെയൊക്കെ എടുക്കാം. വളരെ ചിലവ് കുറവ്. അതായത് ഒരു ഗ്രൂപ്പിലൂടെ പോകുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് $10 ഉള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ, ട്രാൻസ്പോർട്ടേഷൻ, എൻട്രി ടിക്കറ്റ് എല്ലാം എടുക്കാം. എൻട്രി ടിക്കറ്റിന് തന്നെ ഒരു $5 എടുത്ത് എൻട്രി ടിക്കറ്റ് വരും അവിടെ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ട്രാൻസ്പോർട്ടേഷൻ $5 വരുന്നുള്ളൂ. പ്ലസ് ഒരു ടൂർ ഗൈഡ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടൂർ ഗൈഡ്, അത് നമുക്ക് മസ്റ്റാണ് ഇവിടെ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടൂർ ഗൈഡ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ട്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അധികം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൂറുകൾ എടുക്കുന്നതാണ് ലാഭം. $10 ടൂർ. പക്ഷേ എൻ്റെ ഈ ടൂറിന് $22 ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ ഫ്ലൈറ്റ് ഇന്ന് വൈകിട്ട് 4:30-ക്കാണ്. അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ ഒരു 2:30 എത്തണം. ഈ ടൂർ കഴിഞ്ഞ് ശരിക്കും വലിയ ബസ്സാണ് ഈ ഒരു 2:30-3 മണിയാവും തിരിച്ചെത്താൻ. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ടൈം കൊടുക്കും, 1/2 മണിക്കൂർ. ഇപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ലക്ഷറി ട്രിപ്പ് ഉണ്ട്, അതിൽ 9 പേരെ ഉണ്ടാവത്തുള്ളൂ. ഇച്ചിരി ചെറിയ വണ്ടിയാണ്, പെട്ടെന്ന് പോകും പെട്ടെന്ന് വരും. അപ്പോൾ അതൊരു 1:30-2 മണി നമുക്ക് തിരിച്ചെത്തും. വരുന്ന വഴി തന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, ഒരു 1:30 എയർപോർട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലക്ഷറി ട്രിപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് $20, അതായത് ഏകദേശം ഒരു 60-70 ദിർഹംസോളം ആയിട്ടുണ്ട് എൻ്റെ ട്രിപ്പിന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ $10 ട്രിപ്പ് എടുത്താൽ മതി, രണ്ടും സെയിമാണ്. സ്ട്രീറ്റൊക്കെ ഉണർന്നു തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്നു തുടങ്ങി. എന്താ പറയുക, ടൂറിന് പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് ഇപ്പോൾ രാവിലെ. ഓരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്ന ആൾക്കാരുടെ തിരക്കാണ്. അപ്പോൾ ഇതൊരു വേറെ വണ്ടി, ഇതെല്ലാം നമ്മൾ കുഞ്ഞു വണ്ടിയായിരിക്കും. ഇത് അങ്ങനെ പല പല വണ്ടികളായിട്ട് എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ് പല പല ടൂറിന്. 32 years old, okay? Let me introduce you. We are arrival here in Ten. D-8-I-E-N 10. We will take care today, okay? Can you give him a big hand, please? Thank you. I can see the weather is now really hot, right? There are 2 seasons in South Vietnam only. We have big Cambodia original son. Today we are going to visit bigger one tunnel, okay? The local soldier will show you how to get inside tunnel. And after we drive tunnel, we will drive some tapioca. Yes. A root and treat like potato, okay? Right. നമ്മൾ ഈ കോച്ചി ടണലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരോടൊരു ഹാൻഡി ക്രാഫ്റ്റ് ഒരു സൈറ്റിൽ നിർത്തിയേക്കാണ്. ടൂറിന് മുമ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങൾ വിൽക്കുന്ന, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വിൽക്കുന്ന സംഭവങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഒരു $30, $40 തൊട്ട് $100-200 വരുന്ന സാധനമുണ്ട്. അമേസിങ് സാധനങ്ങളാണ്. അകത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, അവർ മേക്ക് ചെയ്യുന്നൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് എടുത്തിട്ടൊന്ന് കാണാം. ഇതാണ് ആ ഒരു വുഡ് ബോഡി അവർ പോളിഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന ഈ പിക്ചർ പെയിൻറ്റ് ചെയ്ത് ആ പിക്ചറിനെ വാർണിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഷൈൻ ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് പാടുണ്ട് ഇങ്ങനത്തെ ഒരു പിക്ചറായി വരണമെങ്കിൽ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മുടെ കൊച്ചി ടണലിലേക്ക് പോവാണ്. ഫൈനലി നമ്മൾ കൊച്ചി ടണലിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ഒരു 9 പേരുണ്ട്. എല്ലാവരും കൂടി ടണൽ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ടണലിൻ്റെ കാഴ്ചകൾ കാണാം. ഏകദേശം ഒരു $5 ഇതിൻ്റെ ചാർജ്, എൻട്രി ഫീസ്. അപ്പോൾ നമ്മൾ ടൂറിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് അവരെടുത്തോളം ടിക്കറ്റ് നമ്മളൊന്നും അറിയണ്ട. ഇനി ഇൻ കേസ് ഇവിടെ മഴ എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു റെയിൻ കോട്ട് വരെ തന്നിട്ടുണ്ട്. ഇൻ കേസ് മഴ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൻ കോട്ട് ഇട്ടിട്ട് നമുക്ക് തിരിച്ച് ബസ് വരെ നടന്നു വരാം. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. ഇതൊക്കെയാണ് ഇട്ടിരുന്ന മിസൈലുകൾ, തോക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടണലിൻ്റെ അടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് താഴത്തേക്ക് പോവാണ്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ മേത്ത്. അകത്ത് കയറി നടന്നുകൊണ്ടിരിക്കുക. We got a wild well to get water for drinking and cooking. We have many specific locked door like this. In case enemy drop down to make small poison, it cannot go deeper and further. Right? And the side inside tunnel not same. Big small like this.
in case enemy get deep in there, they really hard run back one-way ticket. And Củ Chi covered by Saigon River. So along river bank, they have many ways to get here. Not that right. അമേരിക്കയായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഇവർ എങ്ങനെയാണ് ആ ടണലിലെ കൂടെ പാസ് ചെയ്തതും അവരെ ഫുഡും അതേപോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവരിച്ചത്. We got many bamboo spice made by bamboo only. You want to try? Alright. Actually, there are thousands trapped in Củ Chi area. People living here have some soil easy identify what it. ബാംബൂ ട്രാപ്പ്, അതായത് ആൾക്കാർ നടക്കുമ്പോൾ ഈ സോൾജേഴ്സൊക്കെ നടന്നു പോകുമ്പോൾ ബാംബൂ ട്രാപ്പിൽ വീണിട്ട് മരിക്കും. അതായത് ഇവിടുത്തെ സോൾജേഴ്സിന് അറിയാൻ പറ്റുന്നത് എവിടെയാണ് ട്രാപ്പ് ഇരിക്കുന്നതാണ്, പക്ഷേ അമേരിക്കൻ സോൾജേഴ്സിന് അറിയത്തുണ്ടായിരുന്നില്ല എവിടെയാണ് ട്രാപ്പ് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത്. When we plug it, the water cannot get it. And when we open it, you can see the ton amount here very small. Because vet down that time just weigh up to 50 kilo only. No hamburger, no KFC, very small body. And how about American soldier? A big body, right? Really hard to get in there. The reason why they collect some soldier with small body, joining them and let me down there. We name him a tunnel rat, you know, tunnel rat, R-A-T, rat. But down there in the darkness, they have many directions. If you go wrong direction, we also trap bamboo trap inside tunnel. Here not for everyone. When it hurts like this. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കിലോ ഉള്ള ആൾക്കാരെയാണ് ഇവർ ചൂസ് ചെയ്യുക ഫോർ ദ സോൾജേഴ്സിന് വേണ്ടിയിട്ട്. ഇവർ വിയറ്റ്നാമീസ് അധികം വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്, അമേരിക്കൻസ് ഭയങ്കര വെയിറ്റുള്ളതാണ്. അപ്പോൾ ഈ 50 കിലോ ഉള്ള ആൾക്കാർക്ക് ഈ ടണലിൽ കൂടെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. പക്ഷേ അമേരിക്കൻസും റഷ്യൻസും അവർക്കൊന്നും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല ഇതിൽ കൂടെ. അപ്പോൾ അവർ ഈസിലി ട്രാഫിക്കാണ് അവർക്ക് ഈ ടണലിൻ്റെ അകത്തേക്ക് കൂടെ. പക്ഷേ അമേസിങ് ആണത്. രണ്ട് ടൈപ്പ് യൂണിഫോം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് സോൾജേഴ്സിന്, ബ്ലാക്കും ഗ്രീനും. ബ്ലാക്ക് അവർ നൈറ്റ് സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലാക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാർമേഴ്സിൻ്റെ യൂണിഫോമും ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരാണ് ഫാർമർ ആരാണ് സോൾജിയർ എന്ന് അമേരിക്കക്കാർക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം അവർ ചൂസ് ചെയ്യേണ്ട കാരണം ഇവിടുന്ന് കംബോഡിയയിലേക്കും അതുപോലെ സൈഗോൺ മേര് ഹോച്ചിമിൻ സിറ്റിയിലേക്കൊക്കെ ഒരു 60 കിലോമീറ്ററൊക്കെ ആ റേഞ്ചൊക്കെ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ പോയിൻ്റാണ് ഈ ഒരു കൊച്ചി. അതാണ് അമേരിക്ക. പിന്നെ ഇത് വെള്ളത്തിനെ കിട്ടി കുറച്ചും കൂടി ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി അവർ ആദ്യം ട്രൈ ചെയ്തത്. ഈ നേരെ കാണുന്ന പുറ്റ് പോലെയുള്ളൊരു സംഭവം കണ്ടില്ലേ, ഇതൊരു അതിൻ്റെ താഴൊരു ഹോളും ഉണ്ട്. അത് എയർ ഹോളാണ്. ഈ താഴത്തേക്കുള്ള ഈ ടണലിൻ്റെ അടിയിലേക്ക് പോകുന്ന എയർ ഹോളാണ്. എന്നുവെച്ചാൽ മഴക്കാലത്തൊക്കെ ഭയങ്കര പാമ്പുകളും കൊതുകുകളൊക്കെ വന്നിട്ട് ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഹോൾസിൻ്റെ സിസ്റ്റമൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഈ അമേരിക്കൻ്റെ വെബ്സൈറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിനെ റീസൈക്കിൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അയണും കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യും. അതേപോലെ പൊട്ടാത്തതിനെ അവരെടുത്ത് പൊട്ടിക്കും. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണിക്കുന്ന ഒരു റൂമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് തോക്കിൽ വെടിവെക്കുമ്പോൾ ഒറിജിനൽ തോക്കാട്ടോ. നമ്മളപ്പോൾ സാധാരണ ഇവിടെ ഉള്ള പോലത്തെ ഗ്രൂപ്പിൽ തോക്കല്ല, ഒറിജിനൽ തോക്കാണ്. ഒറിജിനൽ തോക്കിൽ ആദ്യമായിട്ട് വെടിവെക്കാൻ പോവാണ്. AK-47 പല ഗണ്ണുണ്ട്. AK-47, M16, മിഷൻ ഗൺ, ക്യാബിൻ ഗ്രാൻഡ്, അങ്ങനെ ഒരുപാട് ഗണ്ണുണ്ട് കേട്ടോ. ഞാൻ AK-47 അല്ലേ നമ്മുടെ മെയിൻ ബ്രാൻഡ്, അതുകൊണ്ട് അത് തന്നെ എടുത്തു. Okay, let's go. അമേസിംഗ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തോക്ക് വെച്ച് വെടിവെക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പറ്റിയതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടണലിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. Let your phone, your camera. Take care all your belongings, okay? Right? That. Can you imagine getting 100 people down here for a family? Keep going, man. Jerry, you follow mommy. Wow. There's a turn? Okay, I see the turn. Oh, yeah. Don't go this way, don't go this way. No, go left. Red. Hey, done. Okay, go to shockway a long way. Huh? Shockway 20. Now we go up 20 meters. This way. This way. Right. Oh. Oh. ടണലിൻ്റെ അകത്തുള്ള ചെറിയൊരു ഹോസ്പിറ്റലാണിത്. ഇതേപോലെ പല സംഭവങ്ങളും, കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട് പല പല സ്ഥലങ്ങളിൽ. ഇതൊരു മീറ്റിംഗ് റൂമായിരുന്നു. മീറ്റിംഗ് റൂം പോലത്തെ സംഭവമായിരുന്നു. ഇങ്ങനെ കേട്ടോ നടക്കുന്നത്, വല്ലാണ്ട് കഷ്ടമാണ് നടക്കാൻ. അയ്യോ, ഇത് അടുത്തൊരു മീറ്റിംഗ് റൂം. ഇതാണ് ടണലിൻ്റെ അടിയിലുള്ള കിച്ചൺ. കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സ്മോക്ക് വരുന്നേണ്ട. കിച്ചൺ അവിടെയുള്ളത്. ഇവിടെ ഓരോ പൈപ്പ് ഇട്ടിവിടെയാണ് സ്മോക്ക് വരുന്നത്. ഒരുപാട് ടയേർഡായി, കാരണം അധികം നടന്നില്ല. 100 മീറ്റർ ടണലിൽ ഞാൻ 60 മീറ്റർ ആയപ്പോഴേക്കും ഞാൻ എക്സിറ്റ് അടിച്ച് വെച്ചാൽ ഓരോ 20 മിനിറ്റിലും എക്സിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 60ാമത്തെ ആയപ്പോഴേക്കും എനിക്ക് ആകെ പറ്റാണ്ടായി. ഞാൻ വിട്ടു. ശ്വാസത്തിന് ചെറിയ പ്രോബ്ലം വരും. പ്ലസ് എന്താ പറയുക, നല്ല സ്റ്റാമിന ഉള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല. ഇവർ പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ നടന്നത് 30% ഇൻക്രീസ് ആയിട്ടുള്ള ടണലിൽ കൂടെയാണ്. ശരിക്കുള്ള ടണൽ 30%, ഇപ്പം നമ്മൾ നടന്ന ടണലിനെക്കാട്ടും 30% താഴെയാണുള്ളത്. അപ്പോൾ എങ്ങനെ അവർ നടന്നു എന്നുള്ള കാര്യം ഭയങ്കര ഇതായി. നല്ല മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് നടക്കാം. എന്നെപ്പോലെ വയറും വെച്ച് നടക്കാൻ പറ്റില്ല. Available in Gucci area. I mean Gucci hamburger. We bought ready. Deep in here, try it. It's not good for everyone. You don't like, you can put it back.
നമ്മുടെ നാട്ടിലെ കപ്പില്ലേ, എന്താ പറയുക, കുള്ളി എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ തൃശ്ശൂർ കുള്ളി എന്നും പറയും. കുള്ളി, കപ്പ, അത് വരുന്ന സാധനമാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ അടിയിൽ കുറേ നാൾ താമസിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അപ്പോൾ അവർ മണ്ണെന്ന് കുടിച്ചെടുത്ത് ഇതാണ് കഴിക്കാറ്. ഈ നടക്കുന്ന വഴിയിലൊക്കെ ഒരുപാട് കുഴികളുണ്ട്, വലിയ വലിയ കുഴികൾ. ചിലതൊക്കെ ഭയങ്കര വലുതാണ്. അതൊക്കെ ഈ മിസൈലുകൾ വന്ന് വീണിട്ടുള്ള കുഴികളാണെന്നാണ് പറയുന്നത്. ചിലത് 250 കിലോ വരെയുള്ള മിസൈലുണ്ടെന്നാണ് പറയുന്നത്. 250 കിലോ, 200 കിലോ ഒക്കെയുള്ള മിസൈലുകൾ വന്നിട്ട് മണ്ടൻ കുഴികളായിട്ടുണ്ട്. ഞാനിവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു അമേസിങ് പ്ലേസ് ആണ് കേട്ടോ. അതായത് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയുക, അന്നത്തെ കാലത്തെ ആൾക്കാർ, അത് വലിയൊരു കാലഘട്ടമൊന്നുമല്ല, ഒരു 45-70 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വലിയ പഴയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ മുൻ തലമുറയ്ക്കുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒന്ന് കാണുക, എൻജോയ് ചെയ്യാം. ഓക്കെ, ഇനിയുമുണ്ട് ഈ ഹോച്ചിമിൻ സിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ. അതായത് ഇനിയൊരു അടിപൊളി സ്ഥലമാണ് മേക്കോങ് ഡെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇന്നലെ ബസ്സൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് മിസ്സായി. പിന്നെ ഒരു വാർ മ്യൂസിയം, അത് രണ്ടും എനിക്ക് മിസ്സായി. കുഴപ്പമില്ല, വിയറ്റ്നാമിലേക്ക് ഒരു വട്ടം കൂടി വരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ സൗത്ത് പാർട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയൊരു ഏരിയ ആണ് വിയറ്റ്നാം. സോ ഹനോയൊക്കെ എനിക്ക് പോകണം. അപ്പോൾ അന്നൊക്കെ പോകാമെന്നുള്ളത് വെച്ച് ഒരു കിം ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രാവലിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്ത്. ഞങ്ങൾ ബുക്ക് ചെയ്ത വേറൊരു ടൂർ കമ്പനി എന്നാണ്. അപ്പോൾ അവർ ഇവരെയാണ് ഏൽപ്പിക്കുക. അത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എല്ലാം അങ്ങനെയാണ്. വലിയ ടൂർ കമ്പനി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ചെറിയ ചെറിയ കടക്കാർ ടൂർ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് കിം ട്രാവലിൻ്റെ എന്താ പറയുക സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടൂർ ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടെ കൊടുക്കുന്നതിന് $1-2 അല്ലെങ്കിൽ മാക്സിമം $3 കുറയുള്ളൂ. എങ്കിലും നല്ലൊരു ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു ബൾക്കായിട്ട് ബുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 പേര് അല്ലെങ്കിൽ 15 പേരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് വണ്ടി അറേഞ്ച് ചെയ്തെന്ന് നിങ്ങൾക്ക് ടൂർ കൊണ്ടും. ഇവർക്ക് നിങ്ങൾ വിളിക്കാം കിം ട്രാവൽ ലക്ഷറി ട്രാവൽസ്. ഓക്കെ ഓക്കെ, ഇത് ഈ ഇങ്ങനെ പേര് ലു ആണ്, വിയറ്റ്നാമീസ് ആണ്. But I'd never say goodbye or